ഹലോ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും. കൊടിയൊക്കെ കുത്തിയില്ല. അപ്പോൾ ഹാപ്പി ആണോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിന് ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടായി, ഒരുപാട് ആൾക്കാരില്ലാണ്ടായി ഈ ഭൂമിയിൽ നിന്ന്. അപ്പം നമ്മൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് ഇങ്ങനെ പറയുന്നു എന്ന് മാത്രം. അവർ ആ ഭാഗത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡൻസ് ഡേ പോയിട്ട് ഒന്നും ചിന്തിക്കാനുള്ള ഒരു അവസ്ഥ, മാനസികാവസ്ഥ ആവില്ലായിരിക്കുമല്ലോ എന്തായാലും. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ഇന്ന് അവർക്ക് അവിടെ ഉരുൾ പൊട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെയോ മറ്റന്നാളോ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. കാരണം ഒന്നിനും ഗ്യാരണ്ടി ഇല്ലാണ്ടായി. ഭൂമിക്ക് തന്നെ നമുക്ക് ആർക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. ഇപ്പോൾ സയൻറ്റിസ്റ്റ് ആണെങ്കിലും എല്ലാം പണ്ടുള്ള ആൾക്കാർ പ്രവചിക്കുന്ന മാതിരി ഒന്നും സംഭവിക്കാൻ മീൻസ് ചിന്തിക്കാത്തതാണ് സംഭവിക്കുന്നത്. എന്തൊക്കെയോ ആണ്. ഈയാമ്പാറ്റകളുടെ ജീവിതം പോലെ ആവുകയാണ് നമ്മൾ. ഈ ഒരു നിമിഷം കിട്ടിയാൽ നമ്മളത് ലക്കായിട്ടേ കാണാൻ പറ്റുള്ളൂ. അത്രയായി. എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് പ്രാർത്ഥിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ആൾക്കാരൊന്നും വെറുപ്പിക്കാൻ പോവാതിരിക്കുക, എല്ലാവരുടെ അടുത്തും നല്ല ചിരിച്ച് സമാധാനത്തോടു കൂടി സന്തോഷമായിട്ട് ചിരിച്ചിരുന്ന് വർത്താനം പറയാം. എന്താ പറയുക, നമ്മൾ ഒരാളോട് ഒരു ചെറിയ കാര്യത്തിന് പോലും വൈരാഗ്യം കാണിക്കാതിരിക്കുക. ദേഷ്യം സർവ്വസാധാരണമാണ്, പിടിക്കും, പക്ഷെ അത് വേഗം ക്ലിയർ ചെയ്ത് പോവുക. കാരണം എന്താ പറയുക, നമുക്ക് ഇനി തിരുത്താനുള്ള നേരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ആളുകളെയൊക്കെ നിമിഷം കൊണ്ട് കാണാതെ ആയി പോവുകയാണ്. എന്നെയും ഞാനും ഒക്കെ, എല്ലാവരും, നിങ്ങളും ഞങ്ങളും നമ്മളൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ. അപ്പം നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പം നമുക്ക് ഇനി തിരുത്താൻ വേറൊരു കാലത്ത് വരാനൊന്നും പറ്റില്ലല്ലോ. മരിച്ചു പോയാൽ എനിക്ക് എന്തൊക്കെയോ ചെയ്യാണ്ടായിരുന്നു, ഇനിയിപ്പോൾ അടുത്ത ജന്മത്തിലാവട്ടെ എന്ന് ചിന്തിക്കാനൊന്നുമില്ല. അപ്പം ഈ ഒരു നിമിഷം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് ചിരിച്ച് സന്തോഷമായിട്ടിരുന്ന് അങ്ങോട്ട് പോകാമെന്നല്ലാണ്ട് ഒന്നും ചെയ്യാനില്ല. ദുരിതം അനുഭവിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ എല്ലാവർക്കും, അതെങ്കിലും ചെയ്യുക. അല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ, എല്ലാ കാര്യത്തിനും. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഇന്ന് എന്തെങ്കിലും വന്ന് രണ്ട് വാക്ക് പറയാമെന്ന്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി അവിടെ ആ ദുരിതം മീൻസ് അത്രയും ബുദ്ധിമുട്ട് സംഭവിക്കുന്ന ആൾക്കാർ അവിടെ ഒന്നും എനിക്ക് അധികാരമായിട്ട് പറയാനൊന്നും അറിയില്ല. പറയാൻ എനിക്ക് ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ചെറിയ രീതിയിൽ പറ്റുന്ന രീതിയിൽ സഹായിക്കുക, നന്നായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ പറയുക, നമുക്ക് കുട്ടികളും മക്കളൊക്കെ ആലോചിക്കുമ്പോഴാണ് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എത്തും പിടിയും കിട്ടില്ല, ഭ്രാന്തായി പോവും. അപ്പോൾ ഈ ഒരു നിമിഷം ചിരിച്ച് നിൽക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്താ ഞാൻ പറയുന്നത്, ഞാൻ അയവിറക്കാൻ വന്നതാണ് എൻ്റെ പണ്ടത്തെ നൊസ്റ്റാൾജിയ. ഇന്ന് കുട്ടികളൊക്കെ പറഞ്ഞയച്ചപ്പോഴേ, സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, കുട്ടികൾക്ക് മടി എന്ത് പോകാനാണ്, എന്ത് ഇൻഡിപെൻഡൻസ്. ഞാൻ എന്നിട്ട് ആലോചിക്കുക, പണ്ട് ഞങ്ങളൊക്കെ പോയിരുന്ന സമയത്ത് ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്തായാലും പോകണം നിർബന്ധം. പോയി കഴിഞ്ഞാൽ ഒന്ന് മിഠായിയോ അല്ലെങ്കിൽ പായസമോ കിട്ടും, അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അതൊരു എക്സൈറ്റ്മെൻറ്റിൽ പോവില്ലേ നമ്മളൊക്കെ. ഞാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എനിക്കതൊന്നും പറയണതിന് ഭയങ്കര സന്തോഷമേ ഉള്ളൂ, അല്ലാതെ അയ്യേ എന്ന് എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല. എൻ്റെ കുട്ടിക്കാലം പറയുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീൽ, അല്ലെങ്കിൽ എനിക്കൊരു ഭയങ്കര സന്തോഷം, എൻ്റെ വീട്ടിൽ രോമാഞ്ചം ഉണ്ടാവും, എനിക്ക് കണ്ണൊക്കെ നിറയും അത് പറയുമ്പോൾ. ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. ഇൻഡിപെൻഡൻസ് ഡേക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ സ്കൂളിൽ പോയ ആ ഒരു എന്തൊരു രസമുള്ളൊരു കാലം. അന്നിങ്ങനെ സ്റ്റേജൊന്നുമല്ല. ഞാൻ പഠിക്കുമ്പം എൻ്റെ സ്കൂളിലാണെങ്കിലും ഞാൻ ഗവൺമെൻറ് അച്യുതൻ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ പിന്നെയാണ് സ്റ്റേജൊക്കെ കെട്ടിയത്. പക്ഷേ എന്നാലും അസംബ്ലിയൊക്കെ ഉണ്ടാകുന്നൊരു ഗ്രൗണ്ടില്ലേ, അതിൽ വേറൊരു എന്താ പറയുക, ഒരു വരാന്ത പോലത്തെ സ്ഥലത്താണ് ഈ പിന്നെ ദേശീയഗാനം പാടുന്ന കുട്ടികൾ, സ്കൂൾ ലീഡർ, ഹെഡ് മിസ്ട്രസ്, കുറച്ച് ടീച്ചേഴ്സ്, എൻ്റെ കണ്ണിൽ കാണുന്നു അതൊക്കെ, അവരൊക്കെ നിന്നിട്ട് അവിടെ നിന്നാണ് അതൊക്കെ പ്രസംഗിക്കുക. പിന്നെ നമുക്കിങ്ങനെ കൊടി ഉയർത്താനുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. LP സ്കൂൾ പഠിക്കുമ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് കയറുന്നൊരു എന്താ പറയുക, ഓരോ ക്ലാസ്സിലേക്ക് കുറച്ചൊരു 3 സ്റ്റെപ്പ് കയറിയിട്ട് പോകുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് ക്ലാസ്. ഇങ്ങനെ കള്ളി പോലത്തെ, നിങ്ങൾക്ക് ഓർമ്മ വരണം അത്, മരത്തിൻ്റെ കള്ളിക്കള്ളി പോലത്തെ സ്കൂളുകളില്ലേ. ഇപ്പോഴും ഞങ്ങൾ ആ അച്യുതൻ ഗേൾസ് LP സ്കൂളിൻ്റെ ഒരു ബിൽഡിംഗ് അങ്ങനെയാവും. ഞാനത് പൊളിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. അത് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കൂട്ടരെ. എന്തായാലും വേണ്ടില്ല, അവിടെ നിന്നിട്ടാണ് എന്താ പറയുക ഈ പറഞ്ഞ മരത്തെ സംഭവങ്ങളൊക്കെ, അസംബ്ലിയും എല്ലാവരും ഇങ്ങനെ കൊടിയൊക്കെ, ഇതൊക്കെ രസമാണ്, ഇത് വാങ്ങാൻ മറക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിറ്റേന്ന് അന്ന് രാത്രി കൊണ്ടുപോയി തരുമല്ലോ, തലേന്ന് രാത്രി. ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഫീൽ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചെക്കന്മാർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയത് ഞാൻ പാഞ്ഞു കൊണ്ടുവന്ന് ഒട്ടിച്ചതാണ്, ഇത് വെച്ചിട്ട് വേണം ഇന്ന് പോകാൻ. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു സുന്ദരമായ നിമിഷങ്ങളാണല്ലേ. ഇപ്പം ആലോചിക്കുമ്പോൾ സങ്കടം വരിക, അതൊക്കെ ഒന്നും കൂടെ ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. അന്നൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ഉന്തിത്തള്ളി പറഞ്ഞയച്ചതായിരിക്കാം, മിഠായിയൊക്കെ ആലോചിച്ചിട്ട് പോയതായിരിക്കും. മിഠായിയൊക്കെ കിട്ടുമല്ലോ. ഇത് രസമുള്ള കാലമല്ലേ. നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? എൻ്റെ ജനറേഷൻ ഉള്ള ആൾക്കാർക്ക്, ഞാൻ 80s പറയുന്ന ആൾക്കാരെ കേട്ടോ പറയണേ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എനിക്കറിയില്ല, വേറെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡും. ഇപ്പോൾ ഇവരെ സ്കൂളിലൊക്കെ എന്തൊരു പ്രോഗ്രാമൊക്കെയാണ്, ഭയങ്കര സ്റ്റേജ് ഷോസാണ്. നമുക്ക് അങ്ങനത്തെ ഷോകളൊന്നും ഇല്ലല്ലോ. രസം, എല്ലാവരും ഒന്ന് കാണുന്നു. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പം എന്തുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്തതിൻ്റെ പോയി കംപ്ലീറ്റ് പോയി, അങ്ങനെയല്ല, എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനൊരു ഇത് വന്നു, ഇഷ്ടം വന്നു. അതാ ഏതായാലും ഞാൻ വേഷം കെട്ടി ഡാൻസ് ക്ലാസ്സിലേക്ക് വെള്ളക്കെട്ട് പോവുക. അപ്പോൾ ആ ഒരു നിമിഷം ഞാൻ വന്ന് ഇങ്ങനെയൊക്കെ പറയട്ടെ എന്ന് വിചാരിച്ചു.
ആ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ആരോ ഒന്ന് പറഞ്ഞു, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഓൾറെഡി ഇട്ടതാട്ടോ. ആരോ ഒന്ന് ചോദിച്ചു, ഈ ഡ്രസ്സല്ലേ അന്നത്തെ ഡാൻസിനിട്ട്, ഇന്നത് നിനക്കിത് കളയാൻ പറ്റുള്ളൂ ഡാൻസിനിട്ടു വിചാരിച്ചിട്ട്. എൻ്റെ ദൈവമേ, ഇതുമ്പൊക്കെ യൂസ് ചെയ്യണ്ടേ, ഇത് കീറണ വരെ ഞാനിട്ട് ഇട്ടോ. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഡ്രസ്സുകൾ നിങ്ങൾ കാണും സെയിം സെയിം സെയിം. ഒക്കെ അതിപ്പോൾ എല്ലാവരും കണ്ടു വിചാരിച്ചിട്ട് എനിക്ക് കളയാൻ പറ്റുമോ? നമ്മൾ പൈസ എടുത്ത് വാങ്ങിയതല്ലേ, ഷോ അങ്ങനെയൊന്നും വയ്യ, ചെയ്യാൻ പാടില്ല അല്ലേ. പൈസ നമ്മൾ ഇതിനൊക്കെ വില വേണ്ട അല്ലേ. പക്ഷേ ഈ ഡ്രസ്സ് എനിക്ക് സൗമ്യ തന്നതാണ്, നിങ്ങളെപ്പോഴും കേൾക്കുന്ന കാര്യം. എനിക്കതിലൊന്നും പറയാൻ, അവൾ വളരെ സന്തോഷത്തോടു കൂടി തന്ന ഡ്രസ്സ് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഇടുന്നു. എനിക്കത് പറയുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. ആരൊക്കെയോ എന്നോട് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാനത് എന്തുകൊണ്ടാണ് ഇത് എടുത്ത് പറയണത് വിചാരിക്കുമ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ എന്താ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന് എടുത്ത് പറയണത്. ഇതൊക്കെ ഇങ്ങനെ കമൻസിൽ വരുന്നതാണ്. അപ്പം ഞാൻ വിചാരിക്കും അതൊക്കെ കൂടെ കൂട്ടിക്കുഴച്ചിട്ടാവും ഞാൻ നിങ്ങളടുത്ത് പറയാം. അപ്പോൾ എനിക്കിതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ പോണത്, ഇടാതെയല്ലല്ലോ. എപ്പോഴെങ്കിലും നമുക്ക് പ്രശ്നം വേണ്ടേ, എന്തായാലും വേണ്ടില്ല, ഒരു വേഷം കെട്ടിയിട്ടാണല്ലോ പോണത്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടി പറന്ന് വന്നതാണ്. ഇത് കുത്തിയപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു കുട്ടിക്കാലം ഫീൽ ചെയ്തു. അന്ന് ഇതൊരു ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കേണ്ട ഒരു സാധനം, നമുക്ക് അങ്ങനെയില്ല, പിന്നെ വെച്ച് കുത്തല്ലേ നമ്മളൊക്കെ ചെയ്തല്ലേ, ഒരു കടലാസ് കീറിയിപ്പൊക്കെ പോകും. ഷോ വല്ലാത്തൊരു അങ്ങനെയൊക്കെ ഓരോ കഥകൾ. അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയണം, വയനാടിൽ ഉള്ള ദുരന്തം നമുക്ക് അറിയാമെങ്കിൽ കൂടി നമുക്ക് എല്ലാത്തിനും ഒരു ഇതുണ്ട്, എല്ലാം നമ്മൾ മറക്കും. മറവിയാണല്ലോ ദൈവം തരുന്ന ഒരു സംഭവം. എന്താ പറയുക, ഞാൻ വീണ്ടും പറയുകയാണ്, മക്കൾ മരിച്ചിട്ട് അമ്മമാർ ജീവിക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഫീലിങ്സ്. മകൾ ബാക്കിയെല്ലാം റിലേഷൻഷിപ്പും വാല്യൂ ഉണ്ടെങ്കിലും മക്കൾ എന്ന് പറയുന്നത് വല്ലാത്തൊരു എൻ്റെ കാഴ്ചപ്പാടാണ്, എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. അത് വല്ലാത്തൊരു ഫീലാണ്. അത് ഇല്ലാതായിട്ടും അമ്മമാർ ജീവിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് മറക്കാനും പൊറുക്കാനും ഒക്കെ പറ്റും. അപ്പം ആരോടും വിരോധവും വിദ്വേഷവും ഒന്നും വിചാരിച്ച് ജീവിക്കേണ്ട, എല്ലാം പുറത്തു കൊടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ അറിയോ, നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത്, ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. പോട്ടെ എന്ന് പറയാൻ പറ്റുന്നത് അത് ഭയങ്കര ധീരന്മാർക്കേ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സാരില്ലേ പോട്ടെ, ഞാനുണ്ട് നിനക്ക് എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ പറ്റണം. അതായിരിക്കണോടാ, അതാവണമെടാ നമ്മളുടെ ജീവിതം കൊണ്ടുള്ള. കാരണം എന്താ പറയുക, നാളെ നമ്മൾ ജീവിക്കുമെന്നറിയില്ല, നാളെ നമ്മൾ എണീക്കുമോ അറിയില്ല, നമ്മൾ സ്നേഹിച്ച ആൾക്കാരെ എണീക്കുമോ എന്നറിയില്ല. അപ്പോൾ ആരോടും വിദ്വേഷത്തിന് പോകണ്ട, തെറ്റാൻ പോകണ്ട, എല്ലാവരോടും ചിരിച്ചാൽ മതി. ഇപ്പം നമുക്കൊരു ദേഷ്യം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ചിരിയാണ് എല്ലാത്തിനും ഒരു മരുന്ന് എന്നാണ് എൻ്റെ കണ്ടുപിടുത്തം. ഇത് എല്ലാവരോടും ചിരിച്ചുകൊടുക്കും. ചില സമയത്ത് ഇങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ പെട്ടെന്ന് ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അഹങ്കാരി എന്നുള്ള പേരും വരാറുണ്ട്. എന്നാലും എന്താ പറയുക, ഒരാളിൻ്റെ മുഖത്തൊക്കെ ഞാൻ ചിരിക്കാറുണ്ട്. പിന്നെ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തൊക്കെയോ പറഞ്ഞു പോയി, എന്തായാലും വേണ്ടില്ല. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പറയാൻ വേണ്ടി പറന്ന് വന്നതാണ്. അതിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ പറയേണ്ടത് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം